ഞാൻ പ്രൊഡക്ടിവിറ്റീനെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്. എൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെ ഡെഫിനിഷനാണ് ഈ വീഡിയോ. എനിക്ക് പുസ്തകം വായിക്കാൻ വലിയ ഇഷ്ടമാണ്. പ്രൊഡക്ടിവിറ്റി ടു മീ മീൻസ് ദാറ്റ് എനിക്ക് പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ഒഴിവ് സമയം കിട്ടണം. എൻ്റെ ഡെയിലി റൂട്ടീൻ ആൻഡ് ഹാബിറ്റ്സ് ഈ ഒഴിവ് സമയം കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. ബൈ ദ വേ, ജാനുവരി മന്ത് വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു. എനിക്ക് 2 പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. മാൻ ആൻഡ് ഹിസ് സിംബൽ ബൈ കാൾ യങ്. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഡിഫിക്കൾട്ട് പുസ്തകമായിരുന്നു. ആൻഡ് അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഓഥറായിട്ടുള്ള ഒർഹാൻ പാമുക്കിൻ്റെ സ്നോ. ഇതൊരു ടർക്കി ബേസ്ഡ് പുസ്തകമാണ്. ഒരു പൊളിറ്റിക്കൽ നോവൽ എന്ന് നമുക്ക് പറയാം. നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ലെവലിൽ ഡിഫറെൻ്റ് ആണ്. ഒരു 5 മണിക്ക് എണീക്കുന്ന ആളും ഒരു 10 മണിക്ക് എണീക്കുന്ന ആളും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. കാരണം പ്രൊഡക്ടിവിറ്റീന് 3 കോമൺ എലിമെൻറ്റ്സ് ആണുള്ളത്. 1, ക്രിയേറ്റ് വാല്യൂ. 2, ഗ്രോ ആസ് എ പേഴ്സൺ. 3, എൻജോയ് ദ ഡേ. ഇനി നിങ്ങൾ പറയൂ, ഒരു 10 മണിക്ക് 11 മണിക്ക് 12 മണിക്ക് എണീക്കുന്ന ആൾക്ക് പോലും we can create value, we can grow as a person and we can still enjoy the day. So നമ്മൾ ഈ ക്ലീഷേസ് ഒക്കെ മാറ്റിയിട്ട് പ്രൊഡക്ടിവിറ്റി നീഡ്സ് ടു ലുക്ക് ലൈക്ക് ദിസ് എന്നൊന്നും പറയാതെ നമ്മുടെ ഇൻഡിവിജ്വൽ ആൻഡ് കംഫർട്ട് സോണിൽ നിന്നിട്ട് തന്നെ നമുക്ക് ഹാബിറ്റ്സ് ആൻഡ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നല്ല മടിയാണ്. അതിൽ നിന്ന് ഒന്നാണ് ഹെയർ കളർ ചെയ്യുന്നത്. എനിക്ക് വൈറ്റ് ഹെയർസ് ഉണ്ട് ആൻഡ് ഐ ആം ലിറ്റിൽ കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. ഞാൻ ഫോളോ ചെയ്യുന്നത് 2 സ്റ്റെപ്പ് മെത്തേഡാണ്. ആദ്യത്തെ ദിവസം ഹെന്ന ഇടും, സെക്കൻഡ് ഡേ ഇൻഡിഗോ പൗഡർ. അപ്പോൾ ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഫൈനലി ഇന്ന് ഞാനിത് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ആദ്യത്തെ ടാസ്ക് ഇസ് ഡൺ. ഇറ്റ്സ് ടൈം ഫോർ സം ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അവൽ നനച്ചത് വിത്ത് ബനാന ആൻഡ് സം ഡ്രൈ ഫ്രൂട്ട്സ്. ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരി സ്റ്റാർട്ടായി. ഒരു മാസം പോയത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഗുഡ്. എൻ്റെ റെസൊല്യൂഷൻ ആണ് സിംപ്ലിഫൈങ് ലൈഫ് ആൻഡ് സോ ഫാർ ഇറ്റ് ഹാസ് ബീൻ ഗോയിങ് ഗുഡ്. ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു സിംപ്ലിഫൈങ് മൈ വർക്ക് സ്പേസ് ആൻഡ് ഇന്റർനെറ്റ്. കാരണം ഞാൻ ഓൺലൈനാണ് ജോലി ചെയ്യുന്നത് ആൻഡ് എൻ്റെ 90% ഓഫ് ദ ടൈം എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാവും. ഞാൻ ഐഡന്റിറ്റി വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ വർക്ക് സ്പേസിനെ കംപ്ലീറ്റ്ലി സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്വിക്ലി എൻ്റെ ലാപ്ടോപ്പ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പം എൻ്റെ ലാപ്ടോപ്പ് സ്ക്രീൻ. ഞാൻ എൻ്റെ കാലണ്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആസ് പെർ ഫെബ്രുവരി കാലണ്ടർ. ഞാൻ ഐഡന്റിറ്റി വെബ്സൈറ്റിൽ പോയിട്ട് കാണിച്ചു തരാം ഹൗ ഇറ്റ് വർക്ക്സ്. ഇവിടെ ഞാൻ കുറേ ടൈൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും വാട്ട് എവർ ടൈൽസ് വി വോണ്ട് ടു. ആസ് പെർ ദ കാറ്റഗറീസ് ആണ് ഞാൻ ഈ ടൈൽസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ വർക്ക് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, വീഡിയോ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. സോ ഒരു പെർട്ടിക്കുലർ ടൈൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് വെബ്സൈറ്റിൽ പോയിട്ടാണ് അത് ലോഞ്ച് ആവുന്നത്. അടുത്തൊരു നല്ല പ്ലസ് പോയിന്റ് ഫോർ ഐഡന്റിറ്റി വെബ്സൈറ്റ് ആണ് പാസ്വേഡ് മാനേജ്മെന്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു ടൈല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാസ്വേഡ് കോപ്പി ആവും. നമുക്ക് Ctrl+V കമാൻഡ് അടിച്ചാൽ മാത്രം മതി. പിന്നെ ഇവിടെ അടുത്ത് ഒരു നോട്ട് സെക്ഷനും കൂടി ഉണ്ട്. സോ ഓൺലൈൻ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട്സ് അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനിവിടെ കുറച്ച് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് ഫോർ ഫെബ്രുവരി 1st and 2nd. ഇനി നിങ്ങൾ ഗൂഗിൾ കാലണ്ടർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവാൻ പറ്റും. ഈ ഐഡന്റിറ്റി വെബ്സൈറ്റ് സ്റ്റുഡൻസ്, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ടു സ്റ്റേ ഫോക്കസ്ഡ്. അതാണ് കീവേഡ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ഐഡന്റിറ്റി. ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ ബിഗിൻ ചെയ്യാം. February month is always special to me. Not just Valentine's, but വിശാലിൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി മാസം. ഞാൻ ക്വിക്ക്ലി എൻ്റെ ഫെബ്രുവരി മന്തിലെ ഗോൾസ് എഴുതിയെടുക്കുകയാണ്.
ഇന്നത്തെ ലഞ്ച് മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ്. സൂപ്പർ ക്വിക്ക് ആൻഡ് ഈസി ആണ്. ഞാൻ പ്രൊഡക്ടിവിറ്റീനെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓൾവേസ് മേക്കിംഗ് എക്സ്ട്രാ. ഞാൻ റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ടും ഞാൻ ഉണ്ടാക്കി വെക്കും. സോ ദാറ്റ് നെക്സ്റ്റ് ഡേ ഞാൻ അത് മേ ബി ഒരു പുലാവ്, ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ റിസോർട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ലെഫ്റ്റ് ഓവർ റൈസ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ഡ്രൈ ആയിട്ടുള്ള റൈസാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി. ഇത് അണ്ടർ 30 മിനിറ്റ്സ് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് ഫ്രൈഡ് റൈസ് വിത്ത് മഷ്റൂംസ്. ബൈ ദ വേ, മഷ്റൂംസിൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സെലീനിയം ആൻഡ് ദാറ്റ് ഹെൽപ്സ് റെഡ്യൂസ് ഡിപ്രഷൻ. ഹൗ കൂൾ ഇസ് ദാറ്റ്? മഷ്റൂംസ് കഴിക്കാത്ത ആൾക്കാർക്ക് ഫ്രൈഡ് റൈസിൽ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഇടാണെങ്കിൽ അറിയേയില്ല മഷ്റൂംസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നത്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. എൻ്റെ ഡേ ഉണ്ടാക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ബട്ട് ഐ എം സൂപ്പർ ഹംഗ്രി റൈറ്റ് നൗ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എൻ്റെ സ്നാക്സിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ സ്നാക്ക് ഐറ്റം ഉള്ളത്. സോ എൻ്റെ കയ്യിൽ പീനട്ട്സ് ഉണ്ട്. ഇത് ലുലുന്ന് വാങ്ങിച്ച പീനട്ട്സ് ആണ്. ദീസ് ആർ ഗാർലിക് പീനട്ട്സ്. പക്ഷെ ഇത് ഞാൻ കഴിക്കാൻ പോണ്ടില്ല. പിന്നെ വാൾനട്ട്സ് ഉണ്ട്. അത് ഇന്ന് രാവിലെ തന്നെ കഴിച്ചത്, അപ്പം അത് വേണ്ട. പിന്നെ കുറച്ച് കുക്കീസ് ഇരിക്കുന്നുണ്ട്. സോ കുക്കീസ് ഉണ്ട്. സോ കുക്കീസും കഴിക്കാം. പിന്നെ ഒരു മജ്ദൂൽ ഡേറ്റ്സും കഴിക്കാം. മജ്ദൂൽ ഡേറ്റ്സ് ആണ്. മജ്ദൂൽ ഡേറ്റ്സ് ആർ ലിറ്റിൽ എക്സ്പെൻസീവ് ബട്ട് വെരി ടേസ്റ്റി. അപ്പോൾ ഈ ഒരു മജ്ദൂൾ ഡേറ്റിന്റെ സൈസ് കണ്ടോ? ഇത്രയും വലിയ മജ്ദൂൾ ഡേറ്റ്സ് ആണ്. പക്ഷേ ഈ ഒരു മജ്ദൂൾ ഡേറ്റ്സ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഹൽവ കഴിക്കുന്ന ടേസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ദാറ്റ് അമേസിങ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചൂടാക്കിയിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ ടീസിൻ്റെ ഓപ്ഷൻസ് ഐക്കിയൻ്റെ ഈ ഒരു ടീ ഓപ്ഷൻ ഉണ്ട്. ഇത് നൈറ്റ് ടൈമിനുള്ളൊരു ടീ ആണ്. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഇതിലല്ലേ എന്താണെന്നറിയോ, ഇതിലൊരു എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് വിച്ച് ഹാസ് എ വെരി ഹോൾസ് കഴിക്കില്ലേ നമ്മൾ, ലിക്വറിഷിൻ്റെ കാരണമാണെന്ന് തോന്നുന്നു ആ ഒരു ടേസ്റ്റ്. ഹോൾസ് കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ടീനുള്ളത്. സോ അത് ബാക്കിയുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ദിസ് പെപ്പർമിൻറ്റ് ടീ. ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് ഐക്കിയെന്ന് പോയപ്പോൾ വാങ്ങിക്കുന്നത്. റിയലി ലവ് ഇറ്റ്. സോ എന്തായാലും ഇപ്പോൾ വൈറ്റ് ടീ കുടിക്കാം. ഇനി നമുക്ക് ചായയും കുടിച്ചിട്ട് കുറച്ച് നേരം വർക്കിൽ നിന്നിട്ട് മൈൻഡ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാം. സോ ദാറ്റ് ഐ ക്യാൻ റിലാക്സ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു എഡിറ്റിംഗ് അഗൈൻ. ഇനി എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം 1.5-2 മണിക്കൂറും കൂടി ഇനി വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സൈക്ലിംഗ് പോകണം. ഐ റിയലി വോണ്ട് ടു റിലാക്സ്, ഗോ ഔട്ട് ആൻഡ് സൈക്കിൾ ആൻഡ് ബ്രീത്ത് ഫ്രഷ് എയർ. അപ്പോൾ ഇതാണ് ഞാൻ കെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്പേസ് സേവേഡ് സൊല്യൂഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫോൾഡ് അല്ലെങ്കിൽ 2 ഫോൾഡ് എന്ന് പറയാം. ഇതിൽ എഴുതിയിരിക്കുന്നത് 3 ഫോൾഡ് ഗസ്റ്റ് ട്രാവൽ ബെഡ് എന്നാണ്. ഇറ്റ്സ് വെരി ഈസി. നമുക്കിത് പാക്കേജ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇറ്റ്സ് ഗുഡ്. ഇത് കെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഐക്കിയയിൽ നിന്നിട്ടൊരു കുട്ടി ചെയറും കൂടി വാങ്ങിച്ചു. ഇറ്റ് ഇസ് റിയലി ക്യൂട്ട്. ചെയർ റിലാക്സ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഈ ചെയർ എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ഒറ്റ റീസണേ ഉള്ളൂ. ഇതിലല്ലേ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റും. സോ ഈ ഒരു പൊസിഷൻ ലോട്ടസ് പോസ് എൻ്റെ ഫേവറേറ്റ് ആണ്. സോ ഐ കാൻ സിറ്റ് ഇൻ ദിസ് പൊസിഷൻ ഓൾവേസ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഐ ജസ്റ്റ് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാനും പറ്റും. പിന്നെ നല്ലൊരു സീറ്റിംഗ് സ്പേസ് ഉണ്ട് ആൻഡ് ഇറ്റ് ഇസ് വെരി ഗുഡ് ടു റിലാക്സ് ആൻഡ് റീഡ്. അപ്പോൾ ഞാൻ മാക്സിമം സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിട്ട് വായിക്കുക എന്നതാണ്. പക്ഷേ ഇത് വളരെയധികം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചെയർ ആണ്. പിന്നെ ഈസിലി നമുക്കിത് എടുക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഹെവി.
page. അങ്ങനെ ഒരു അമേസിങ് പ്രൊഡക്റ്റീവ് ഡേ കഴിഞ്ഞു. ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്, പ്രൊഡക്ടിവിറ്റി ഫോർ മീ മീൻസ് ദാറ്റ് ടു ക്രിയേറ്റ് വാല്യൂ, എക്സ്പീരിയൻസ് ആൻഡ് ലേൺ ആൻഡ് എൻജോയ് യുവർ ഡേ. ഈ 3 കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ടെൽ യു, യു ആർ പ്രൊഡക്റ്റീവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.